ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള നന്മണ്ട എന്ന സ്ഥലത്താണ്. ഇവിടെ ഇതെൻ്റെ മരുമകനാണ്. എനിക്കൊരു പെങ്ങളാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ ആളാണ് ഇങ്ങനൊരു IT സ്പെഷ്യലിസ്റ്റാണ്, ടെക്കിയൊക്കെയാണ്. പിന്നെ ഇവൻ കുറേ കാലമായി പറയുന്നത് ഇവൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പൊൻകുന്ന് മലയുണ്ട്, ഫേമസ് ആണ്, ഇവിടെ വരണം എന്നുള്ളത്. കുറേ കാലമായി ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് കോഴിക്കോട് സിറ്റിയിൽ നിന്നിട്ട് 24 കിലോമീറ്റർ, അതായത് കോഴിക്കോട് ബാലുശ്ശേരി റോഡുണ്ട്, സ്റ്റേറ്റ് ഹൈവേ ആണ് കോഴിക്കോട് ബാലുശ്ശേരി റോഡ്. അവിടുന്ന് 24 കിലോമീറ്റർ യാത്ര ചെയ്ത് നന്മണ്ട എത്തിക്കഴിഞ്ഞ് നന്മണ്ടയിൽ നിന്നിട്ടാണ് നന്മണ്ട 13 നന്മണ്ട 13 ഈ ഇവിടേക്ക് കയറേണ്ട വഴി. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ താഴെ ബേസ് ക്യാമ്പിലുള്ളത്. ഇവിടുന്ന് കയറാൻ പോവുകയാണ്. അരമണിക്കൂറേ ഉള്ളൂ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലത്തെ സൂര്യോദയമൊക്കെ കാണാം, വൈകുന്നേരം ആണെങ്കിൽ സൂര്യാസ്തമയമൊക്കെ കാണാം. അത് വളരെ നല്ല ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ വണ്ടി വന്നിട്ട് കുറേ 2 വീലേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല, അവിടെ ഒരുപാട് തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് കയറിയാലോ. അപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ്. ഓക്കെ, ഇതാണ് കേട്ടോ കയറുന്ന വഴി. കുറച്ചൊരു റഫ് ടെറൈനാണ്. നമുക്ക് നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കയറാം. അപ്പോൾ സമയം എത്രയും മരുമകനെ? 6:30 ഞങ്ങൾ കയറുന്നു കേട്ടോ. പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്ര. വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. തുടക്കം തന്നെ ഭയങ്കര പാറക്കെട്ട്, ചെറിയ ചെറിയ പാറകളാണ്. ഇപ്പം ഒന്നും പ്രശ്നമില്ല. മഴക്കാലത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ല വഴുക്കലായിരിക്കും. ഇത് കയറുമ്പം തന്നെ തുടക്കത്തിൽ തന്നെയുള്ള കാഴ്ച കേട്ടത്. സൂര്യൻ അവിടെ വന്നിട്ടുണ്ടോ? എൻ്റെ മരുവൻ്റെ പേര് സൂര്യൻ എന്നാണ്. ഇവനോട് ഒരുപാട് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ചുറ്റുപാടും വളരെ അതിമനോഹരം കേട്ടോ. ഇത് 1ാം ഘട്ടമാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നയനമനോഹരമായ കാഴ്ചകളാണ് അവിടെ കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഈ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറണം. ഇത് ചെയ്യരുത്. ആരും ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടുവരരുത്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിടരുതെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. എൻ്റെ അപേക്ഷയാണ്. മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. സുഹൃത്തുക്കളെ, ഇതൊരു അരമണിക്കൂർ, ഏകദേശം അരമണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ മുകളിലേക്ക്. അപ്പോൾ ആർക്കും വരാം. ഒരുപാട് സ്ത്രീകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. ഒക്കെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ പ്രകൃതിയെ. ഇത് ഒഴിവാക്കണം, പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. വെറുതെ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തിനാണ് നശിപ്പിക്കുന്നത്? ഇവിടെ കുറച്ച് കഠിനമായ ഭാഗമാണ്. പക്ഷേ സൂര്യൻ അത് കൂളായിട്ട് കൈകാര്യം ചെയ്തു. അവൻ ജിമ്മും ഇങ്ങനത്തെ മലകളൊക്കെ കയറുന്നത് കൊണ്ടാണ്, അവന് പ്രശ്നമില്ല. ഏകദേശം ഞങ്ങളുടെ പകുതി എത്തി. ഇനി കുത്തനെ കയറണതാ. പിന്നിലേക്ക് നോക്കിയാൽ കാണാൻ എനിക്ക്. ഇനി കുത്തനെ കയറണം. ഓക്കെ, പ്രശ്നമില്ല. അത് രാവിലെ ആയതുകൊണ്ട് അങ്ങനെ കഥപ്പുകളൊന്നുമില്ല. വലിയ വലിയ മലകളൊക്കെ കയറിയതാണ്. ബ്രഹ്മഗിരിയും ചെമ്പ്രാപ്പീക്കും പൈതൽമലയും ഇനി അടുത്ത മീശപ്പുലിമലക്കും ഗസ്തിയാർകൂട്ടത്തിനൊക്കെ പോകണം. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ് ട്രക്കിങ്. സൂര്യൻ്റെ ഉദിപ്പ് നിങ്ങൾക്ക് കാണാം. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. നല്ലൊരു ഷൂ ധരിക്കണേ. പക്ഷേ നമ്മൾ ഇങ്ങേക്ക് ഭയങ്കര പരിചയമാണ്. അങ്ങനെ ധരിച്ചാണ്ട് ഒരു സാധാരണ ചെരുപ്പാണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഷൂ ഒക്കെ എടുത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ബൂട്ട് ഇത് ട്രക്കിങ്ങിനുള്ളതാണ്, സ്പെഷ്യലായിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒന്ന് വാങ്ങുന്നതാണ് നല്ലത്. വിഷമം പിടിച്ച ഭാഗങ്ങളൊക്കെ കൂടി കേട്ടോ. സൂര്യൻ ഇതാ ഉദിച്ചു വരുന്നു. ഇവിടെ സൂര്യോദയം കാണാൻ എന്ത് ഭംഗിയാണ്. ഇങ്ങനത്തെ വഴിയിലൂടെയൊക്കെയാണ് നമുക്ക് യാത്ര. ഹായ്,
ഇതിൻ്റെ മുകളിലെ ദൃശ്യങ്ങൾ ഒരു 360 വ്യൂ ആണ് ഇവിടെ എല്ലായിടത്തും. ഇതാണ് കിഴക്ക് ഭാഗം. സൂര്യൻ ഇതാ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ തിളക്കം കൂടിക്കൂടി വരുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ ഭംഗി വർണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. നല്ല കാഴ്ചയാണ് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹായ്, നിങ്ങൾക്കിത് കണ്ടിട്ട് ഒരിക്കലും ഇവിടെ വരാൻ തോന്നില്ലേ? ഒരിക്കലെങ്കിലും ഇവിടെ വന്നിരിക്കണം. വളരെ ഭംഗി, പ്രകൃതിയെ അടുത്തറിയാൻ പറ്റുന്നൊരവസ്ഥയാണിത്. ഹായ്, എന്ത് ഭംഗിയാണിത്. ഇത് പറയാം. ഹായ് സുഹൃത്തുക്കളെ, എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. ഒരു ദിവസം മുഴുവൻ ഇവിടെ താമസിച്ചാലോ നിന്നാലോ ഉള്ള ഒരു തോന്നൽ. ഇവിടെ കണ്ടുവരുന്ന ചില പുഷ്പങ്ങൾ, ചില പൂക്കളുണ്ട്, ചെടികൾ കണ്ടില്ലേ. അതുകൂടെ ഇവിടെ വേറെ ഇത് ഈ സമയത്ത് ഒരു സമയത്ത് നീല നിറത്തുള്ള കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് അല്ലേ. ഈ പ്രദേശം മുഴുവൻ കാണുമ്പോൾ നല്ല ഭംഗിയാണെന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് ഇത് ഇവിടെ സർവ്വ വ്യാപകമാണ്. ഞങ്ങൾ മുകളിലെത്തി. കുറച്ച് അരമണിക്കൂറായിട്ടുള്ളൂ ഞങ്ങൾ ഇതിൻ്റെ എടുത്തിട്ടുള്ളൂ. ഇവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന കണ്ടില്ലേ, സൂര്യൻ്റെ ഉതുപ്പ് അതിഗംഭീരമായിരിക്കുന്നു. ചേട്ടന്മാരെ, നിങ്ങൾ എവിടെ നിന്നാ? പേരാമ്പ്ര. എപ്പോഴെത്തി ഇവിടെ? അടിപൊളി. സൂര്യോദയമൊക്കെ കണ്ടില്ലേ സുഹൃത്തുക്കളെ. ഈ ഒരു സൂര്യോദയം കാണാനാണ് എല്ലാവരും ഇവിടെ വരുന്നത്. അത് രാവിലെ തന്നെ വരണം, ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തണം. എന്നാൽ നിങ്ങൾക്ക് ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാം. ഇതിൻ്റെ മുകളിൽ 360 വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. 360 വ്യൂ അത് വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു അരമണിക്കൂറേ ഉള്ളൂ അവിടെ കയറാനുള്ള സമയത്തായിരിക്കും. നിങ്ങൾ എവിടെ നിന്നാണ്? പേരാമ്പ്ര. എല്ലാവരും പേരാമ്പ്ര എന്നാ? ഞാൻ കുറച്ച് നേരത്തെ 2 ആൾക്കാരെ പരിചയപ്പെട്ടു. നിങ്ങൾ ഒരുമിച്ച് വന്നാൽ എപ്പോഴത്തെ ഇവിടെ 6 മണിക്കാണ്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളി. ശരി സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ഫോട്ടോയിൽ മാറുന്നത്. എൻ്റെ മരുമകന് ഫോട്ടോഗ്രാഫിയിൽ വളരെ താല്പര്യമുള്ളതുകൊണ്ട് അവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ മരത്തിൽ കയറുകയും അവൻ ക്യാമറ അതിന് ചുറ്റും തിരിച്ചിട്ട് ഒരു സൂര്യൻ ഉദിക്കുന്ന ആ ആംഗിളിലേക്ക് എത്താം എന്ന് എന്നോട് പറയുകയും ചെയ്തു. നല്ലൊരു സീനായിരുന്നു ഇത്. നല്ലൊരു ഫ്രെയിം വർക്കാണ് അവിടെ നമ്മളെ മരുമകൻ സൂര്യസങ്കീർത്ത് നടത്തിയിരിക്കുന്നത്. അവന് സ്പെഷ്യൽ താങ്ക്സ്. പൊൻകുന്നുമല സൈൻ ബോർഡ്. ഞങ്ങൾ ഈ മലേൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഉള്ളത് കാണുന്ന ഈ ഭാഗം, ഈ കാണുന്ന ഈ പാറക്കെട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം. ഇത് സുഹൃത്തുക്കളെ, മഴയൊക്കെ പെയ്താലേ ചിലപ്പോൾ അവിടെ അധികം മഴ പെയ്യാറുണ്ട്. മഴയൊക്കെ പെയ്താൽ ചെറുതായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പാറയാണ്. ഇതുകൂടെ വലിയൊരു പാറ അപ്പുറത്തുണ്ട്. നല്ല റൂഫൊക്കെ ഉള്ള നല്ല പ്രകൃതി നമുക്ക് ഒരുക്കി തന്നെ. അപ്പോൾ ഇവിടെ ഇരിക്കാം. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഏകദേശം മുകളിലാണുള്ളത്. ഇനി കുറച്ചും കൂടി ഒരു പാറേൻ്റെ മുകളിൽ കൂടി അവിടെ 2
സഹോദരന്മാർ നിൽക്കുന്നുണ്ട്. അവിടെയാണ് എത്തിച്ചേരേണ്ടത് ഞങ്ങൾക്ക്. ഇവിടുന്ന് തന്നെ ഒരു 360 വ്യൂ ആണ് കാണുന്നത്. ഇതാ ഒരു 360 ഡിഗ്രിയിൽ നമുക്കെല്ലാം കാണാം. സൂര്യ ഉദിച്ചു, മുകളിലെത്തി, ഇവിടെ വെളിച്ചം പറന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഇവിടെ ഉയർന്ന ഈ പാറേൻ്റെ മുകളിൽ ഞാൻ കയറിയിരിക്കുന്നു. ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് പൊക്കുന്ന് മലേൻ്റെ മുകളിൽ നിന്നുള്ള 360 വ്യൂ. വളരെ നേരത്തെ വരികയാണെങ്കിൽ ഇവിടെ എത്തി നിങ്ങൾക്ക് സൂര്യോദയം കാണാം. അത് നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഓർക്കുന്ന രീതിയിൽ നിങ്ങളെ മനസ്സിൽ പകർത്താൻ പറ്റും. സുഹൃത്തുക്കളെ, കയറി നമുക്ക് ഈ മലേൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, പൊൻകുന്ന് മലേൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേട്ടൻ കട നടത്തുന്നുണ്ട്. ഇവരൊരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളിയല്ല, ബംഗാളിയാണ്. अरे भाई साहब, नाम क्या है? इब्राहिम। गाँव कितना है? बिहार। कितने साल है यहाँ? 8 साल हो गया। कैसा है बिजनेस सब, कैसा है? अच्छा है। ഈ ഒരു മലേൻ്റെ മുകളിലും ബംഗാളി. ഭാവിയിൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ മറ്റു നാട്ടുകളിൽ പോകുന്നു, അവർ പണം ഉണ്ടാക്കാൻ ഇവിടേക്ക് വരുന്നു. ഈ സുഹൃത്തുക്കൾ നമ്മൾ കയറി ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേട്ടൻ കട നടത്തുന്നുണ്ട്. മലയാളമല്ല, ബംഗാളിയാണ്. ബീഹാറല്ലേ സാർ പറഞ്ഞത്? ബീഹാറിൽ നിന്ന് വന്നിട്ടാണ് ചേട്ടൻ ഈ മലേൻ്റെ മുകളിൽ കട നടത്തുന്നത്. ചായൻ്റെ വില നോർമൽ പ്രൈസാണ്, സാധാ ചായയാണ്, സാധാ വിലയാണ് ഈടാക്കുന്നത്. ഓക്കെ, കമോൺ. നല്ല വൈബല്ലേ? खाने के लिए क्या है भाई? ये വല്ലാത്തൊരു വൈബാട്ടോ. ഈ മലേൻ്റെ മുകളിലെത്തി ഇവിടെ ഒരു ചായ കച്ചവടം. ഇവിടെ ചായ വാങ്ങി ഇങ്ങനെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം ഭയങ്കര തന്നെയാണ്. നിങ്ങളൊക്കെ എവിടെ വന്നാ? പുനൂര് താമരശ്ശേരി എന്നൊക്കെയല്ലേ വന്നിരിക്കുന്നത്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. ഓക്കെ, നിങ്ങളെ കൊച്ചുമോനാണോ? കൊച്ചുമോനാണോ നിങ്ങളിവിടെ കുടിക്കണത്? മോളെ മോനാണോ അല്ലെങ്കിൽ മാൻ്റെ മോനാണോ? എല്ലാവരും കുടുംബസമേതം ആസ്വദിക്കാൻ വന്നാ? ഇങ്ങനെ വേണം, വീട്ടിനുള്ളിൽ കുത്തിരിക്കല്ലേ വേണ്ടത്. ശരി. എന്ത് ഭംഗിയാണെന്നറിയോ? എത്ര കണ്ടിട്ട് മതിയാകുന്നില്ല, എത്ര ആസ്വദിച്ചിട്ട് മതിയാകുന്നില്ല. ഞാൻ ബയ്യനോട് ചോദിച്ചു എത്രയാണ് പൈസ എന്ന്. ബയ്യ പറഞ്ഞു ഒരു ചായക്ക് ഒരു കടിക്കും 20 രൂപ. അതായത് എത്ര താഴെയൊന്നും കൊണ്ടുവരണം എന്നറിയത്, എന്തിനും മുകളിലെത്തിയിട്ട് അതേ റേറ്റേ ഉള്ളൂ. ബൈ, പോട്ടെ. ഓക്കെ സുഹൃത്തുക്കളെ, ഹായ് സുഹൃത്തുക്കളെ, കണ്ടില്ലേ കുടുംബസമേതം വന്നിട്ട് പോലെ ആസ്വദിക്കുന്ന ജീവിതം, പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്നിട്ട് ഇതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ഇത് കാണാൻ. ഞാനിത് വല്ലാതെ ആകർഷിക്കപ്പെട്ടു ഇവരെ ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോർട്സ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. ചേട്ടൻ്റെ പേരെന്താ? വിപിൻ. ആർമിയിലാന്ന് പറഞ്ഞല്ലേ? നിങ്ങളെ അച്ഛനെയും അമ്മനെയും ഞാൻ പരിചയപ്പെട്ടു. മോള്, മകൻ ഇവിടെ? എൻ്റെ പേര് അക്ഷയ്. അക്ഷയ്, അടിപൊളി. ഇങ്ങനെ ആയിരിക്കണം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ജീവിതം കൂടി അതിൻ്റെ കൂടെ ആസ്വദിക്കുകയാണ്, എല്ലാം മറന്നിട്ട്. ഹായ് സുഹൃത്തുക്കളെ, ഇത് ഒരു പാറ നമുക്കൊരു റൂഫ് പോലെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെയാണ് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുന്ന സ്ഥലം. അതവിടെ ഇതാണ് സ്ഥലം. ഇവിടെ ഇങ്ങനെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് നമ്മളെ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ദുഃഖമുണ്ട്. ഇവിടെ അങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള ആ കാഴ്ച അല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലേ, അടിപൊളി, സൂപ്പർ. അങ്ങനെ സുഹൃത്തുക്കളെ, ഈ പൊൻകുന്ന് മലയിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളെ വ്ളോഗും അവസാനിക്കുകയാണ്. പിന്നെ ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോ
ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഇതേപോലത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ജീവിതഗന്ധിയായ കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രാവിശേഷങ്ങൾ ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അണ്ടിൽ ദാൻ ബൈ.